ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് കടലമാവാണ് കേട്ടോ. ഇനി ഇതായി കടലമാവും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കല്ലേ. ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ റവയുടെയും കടലമാവിൻ്റെയും ചൂടൊക്കെ നല്ലപോലെ ഒന്ന് പോയി കഴിയുന്ന സമയത്ത് 1/4 കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒപ്പം തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. എനിക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ മാവ് നമുക്ക് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു മാവ് കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടോ ഇതുപോലെ. ഇനി ഇതാ നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ് കേട്ടോ. ഒപ്പം തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഈനോ ഫ്രൂട്ട് സാൾട്ടാണേ. ഈനോ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് അസിഡിറ്റി പ്രോബ്ലംസൊക്കെ വരുമ്പോഴല്ലേ. അതുപോലെ തന്നെ നമുക്കിത് കുക്കിങ്ങിനും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഈ മാവ് ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്യണില്ലല്ലോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലപോലെ സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിതിലേക്ക് ഈനോ ചേർക്കണത്. ഇത് 5 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കാണ്. ഇത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈനോ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് കണ്ടോ ഇതുപോലത്തെ 3 സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇഡ്ഡലി തട്ടിൽ ഈ ഒരു മാവ് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവില്ലേ, അതിൽ നമ്മുടെ ഈ മാവ് ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാവേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീൽ പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവൊക്കെ തീർന്നു പോണ സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇടിച്ചെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ കിട്ടുക. അതുപോലെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് നല്ല ഹെൽത്തി ആണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. കാരണം നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കണ കൊണ്ട് ഈനോ ഫ്രൂട്ട് സാൾട്ടോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്താലാണിത് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കണമെന്ന് ഐഡിയ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്